അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ. അപ്പോൾ ഇന്ന് ചിക്കൻ ലിവർ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ചിക്കൻ ലിവർ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചത് ഒഴിച്ചു, ചൂടാവാൻ വെയിറ്റ് ചെയ്യുന്നു. റൈസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ വറ്റൽമുളക് 2 ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കേരള സ്റ്റൈലല്ല, ഇത് നമ്മളെ UP സ്റ്റൈലാണ്. നമ്മളെ വയ്ക്കുന്ന ആൾ UP ആണ്. അപ്പോൾ UP സ്റ്റൈലാണ്. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഒനിയനിടാൻ പോണ്. സബോള അരിഞ്ഞിട്ട് അപ്പോൾ സബോള മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇടാം. ഹലോ, हमारा UP का डॉन है ये, करी बनाने वाला है ना. बाद में चिल्ली, करी लीफ अभी नहीं डाले, थोड़ा 1 मिनट बाद 1 मिनट बाद में डालेगा बोल रहे हैं. ब्लैक हो जाएगा. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. टू मच सॉल्ट डालो. सॉल्ट डाला. बाद में से चलाओ. थोड़ा मिस्टेक हो जाएगा, फिर भी सही हो जाएगा ना. हाँ ठीक है, मुश्किल नहीं. करी पत्ता है ना. करी पत्ता डाला. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ലിവറാണ് ഇടണം കേട്ടോ. ചിക്കൻ്റെ ലിവർ ഇട്ട് ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലിട്ടിട്ട് ചുമ വരുന്നുണ്ട്. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കും. നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടി. വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട്. വെള്ളം വറ്റിയതിന് ശേഷമായിരിക്കും മസാല ഒക്കെ ഇടാം അല്ലേ. इसके बाद में मसाला डालेगा ना. पूरा मिक्स कर रहे हैं. അപ്പോൾ ഇനി മസാല ഇടാം. ആദ്യം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ 2 ചിക്കൻ മസാല എല്ലാം കൂടിയാണ് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മസാലയുടെ മണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. മസാലയുടെ കുത്തൊക്കെ മാറിയിട്ടുണ്ട്. മണമൊക്കെ മാറിയതിന് ശേഷം ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അങ്ങനെ 2 പേരുള്ളൂ. അപ്പോൾ 2 പേർക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം കുറച്ച് വറ്റുന്നവരെ വയ്ക്കാം. ചെന്ന് തിളച്ച ശേഷം കുറച്ച് ഗരം മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. കുറച്ച് ഗ്രേവി കൂടുതലുണ്ട്. കുറച്ച് വറ്റുന്നവരെ മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ പപ്പടം വറുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് ചോറും ബസുമതി റൈസിൻ്റെ ചോറും ചിക്കൻ ലിവറും പപ്പടം. ദീപക്
टेस्ट करके बताओ कैसे है। अब बनाया ना, अच्छा है, अच्छा है अच्छा है। क्या चाहता मैं अभी चेक करेगा। ऊपर ओके सुपर। अब नेक्स्ट वीडियो बना के डालेगा है ना। ओके गुड नाइट बोलो। गुड नाइट। लाइक करो, हाँ। सब्सक्राइब करो, शेयर भाई करो। को थोड़ा आगे बढ़ाओ, शेयर करो। ठीक है चलो गुड नाइट।